വിജയ് ചിത്രം ജനനായകന്റെ റിലീസുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ തുടരുകയാണ്. എന്നാൽ വിജയ് ആരാധകർക്ക് പൊങ്കൽ ആഘോഷമാക്കാൻ വിജയുടെ തെരി റിലീസ് ചെയ്യുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് ഉണ്ടായേക്കില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കൾ. വിജയ് ചിത്രം ജനനായകന്റെ റിലീസുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് കാരണം നേരത്തെ ജനുവരി 9 റിലീസ് പ്രഖ്യാപിച്ച ചിത്രം മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ വിജയ് ആരാധകർക്ക് പൊങ്കൽ ആഘോഷമാക്കാൻ വിജയുടെ തെരി റിലീസ് ചെയ്യുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് ഉണ്ടായേക്കില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് നിർമ്മാതാവ് കലൈപുലി എസ് താനു. ഈ മാസം 15 ചിത്രത്തിന് റിലീസ് നിശ്ചയിച്ചത്. എന്നാൽ പൊങ്കൽ റിലീസ് നിശ്ചയിച്ച മറ്റു ചിത്രങ്ങളുടെ നിർമ്മാതാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് തെരി റിലീസ് മാറ്റിവച്ചിരിക്കുകയാണ്. 2016 അറ്റ്ലി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഇരട്ട വേഷത്തിലായിരുന്നു വിജയ് എത്തിയത്. അതേസമയം കഴിഞ്ഞ ദിവസം പ്രദർശനാനുമതി നൽകിക്കൊണ്ട് സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് തടഞ്ഞിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സെൻസർ ബോർഡ് ആദ്യം നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തിയ ശേഷവും സർട്ടിഫിക്കറ്റ് നൽകാതെ മനഃപൂർവ്വം റിലീസ് തടയുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ജനനായകന്റെ നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചത്. ഇത് പരിഗണിച്ച ജസ്റ്റിസ് PT ആശ അധ്യക്ഷയായ ബെഞ്ച് സെൻസർ ബോർഡ് നടപടികളെ വിമർശിക്കുകയും പ്രദർശനാനുമതി നൽകുകയുമായിരുന്നു. എന്നാൽ ഉടനടി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിനെ CBFC സമീപിക്കുകയും ചെയ്തു. ഇതിൽ വാദം കേൾക്കവെയാണ് റിലീസിന് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. ജനുവരി 21 ഇനി ഹർജി പരിഗണിക്കുക എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾ അവസാനിച്ച് ജനനായകൻ തിയേറ്ററുകളിലെത്തിയാൽ റെക്കോർഡ് കളക്ഷനാകും തമിഴ് സിനിമ കാണാൻ പോകുന്നത് എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. കാരണം ദളപതി വിജയുടെ ഒരു സിനിമ മാത്രമല്ല ജനനായകൻ. സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതിന്റെ ഭാഗമായി സിനിമയിൽ നിന്നും മാറി നിൽക്കാൻ പോകുന്ന വിജയുടെ അവസാന ചിത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിജയുടെ കടുത്ത ആരാധകർ അല്ലാത്തവർ പോലും തിയേറ്ററുകളിൽ പോയി കാണണമെന്ന് ഉറപ്പിച്ചിരുന്ന ചിത്രം കൂടിയാണെന്ന് നിസ്സംശയം പറയാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.